ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ള ചില സ്ട്രെച്ചിങ് വ്യായാമങ്ങളാണ്. വ്യായാമങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 വിധത്തിലുണ്ട്. എയറോബിക് എക്സസൈസുകൾ, അതുപോലെ തന്നെ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ, സ്ട്രെച്ചിങ് എക്സസൈസുകൾ. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സ്ട്രെച്ചിങ് എക്സസൈസുകളാണ്. നമ്മുടെ ശരീരത്തെ വലിയുന്ന മസിൽസുകളെ വലിയിക്കുന്ന എക്സസൈസുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ധാരാളം ഇത്തരം വ്യായാമ മുറകളുണ്ട്. യോഗയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പോസ്റ്ററുകളുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ആസനങ്ങളുണ്ട്. ഇത് ഏറെക്കുറെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന വ്യായാമങ്ങളാണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് നട്ടെല്ല് നിവർന്നിട്ട് ഈ ഒരു കൃത്യമായിട്ടുള്ള പോസ്റ്ററിൽ നിൽക്കുക. ശേഷം നമ്മളുടെ കൈകൾ ഈ രീതിയിൽ മുകളിലോട്ട് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക. കഴിയുന്നത്ര മുകളിലോട്ട് നമ്മുടെ ചെവികളിൽ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈ രീതിയിൽ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം നമ്മുടെ 2 കാലിലെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊന്തുക, നന്നായിട്ട് ഉയർത്തുക. നന്നായിട്ട് നമ്മൾ മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക, കഴിയുന്നത്ര സ്ട്രെച്ച് ചെയ്യുക. കാല് ഈ രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് വെക്കാം, ഈ രീതിയിൽ സ്റ്റെപ്പ് വെക്കാം. അതേപോലെ തന്നെ ബാക്കിലോട്ടും ഈ രീതിയിൽ സ്റ്റെപ്പ് വെക്കുക. ഈ സമയത്ത് കാലിൻ്റെ ഈ രീതിയിലായിരിക്കണം കാല് വെക്കേണ്ടത്. കൈകൾ മാക്സിമം മേലോട്ട് സ്ട്രെച്ച് ചെയ്യുക. രണ്ടാമത് കാലുകൾ പരമാവധി അടുപ്പിച്ച് വെക്കുക. കൈകൾ ഈ രീതിയിൽ വെക്കുക. കൈകൾ പൊന്തിച്ചിട്ട് കഴിയുന്നത്ര ബാക്കിലോട്ട് ബെൻഡ് ചെയ്യുക. കൈകൾ ഇങ്ങനെ നിർത്തി കൊടുക്കുക. കഴിയുന്നത്ര ബാക്കിലോട്ട് ബെൻഡ് ചെയ്ത് അല്പസമയം നിൽക്കുക. രണ്ടാമത് നേരെ താഴോട്ട് വന്ന് വിരലുകൾ ടച്ച് ചെയ്യാം. കാല് സ്ട്രൈറ്റ് ആയിട്ട് വെക്കണം, മുട്ട് വളയാൻ പാടില്ല. കാലുകൾ സ്ട്രൈറ്റ് ആയിട്ട് വെക്കണം, മുട്ട് വളയാൻ പാടില്ല. കഴിയുന്നത്ര രീതിയിൽ താഴെ ടച്ച് ചെയ്യാൻ കൈകൾ താഴെ ടച്ച് ചെയ്യാൻ ശ്രമിക്കും. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യായാമമാണ്. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് സൈഡ് ബെൻഡിങ്. കാലുകൾ ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം നമ്മുടെ കഴിയുന്നത്ര കൈകൾ ഈ രീതിയിൽ വന്നതിന് ശേഷം കഴിയുന്നത്ര ഈ ഒരു സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യാം. നന്നായിട്ട് ഈ ഒരു ട്രിപ്പ് ഏരിയ നല്ല രീതിയിൽ സ്ട്രെച്ചായി കിട്ടണം ഈ ഒരു ഭാഗം. അതുപോലെ തന്നെ കാലിൻ്റെ ഹിപ്പിൻ്റെ തൈയുടെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് സ്ട്രെച്ചായിട്ട് നിൽക്കണം. കഴിയുന്നത്ര ഈ രീതിയിൽ ബെൻഡ് ചെയ്യാം. ബെൻഡ് ചെയ്തിട്ട് അല്പസമയം ഹോൾഡ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ഈ രീതിയിൽ വന്നു. അതിനുശേഷം നേരെ ഇങ്ങോട്ടും ഇതേ രീതിയിൽ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. അല്പസമയം ഹോൾഡ് ചെയ്യാം. ഈ ഒരു സമയത്ത് നല്ലൊരു സ്ട്രെച്ചിങ് ഈ ഒരു ഏരിയയിൽ മൊത്തമായിട്ട് കിട്ടും. ലെഫ്റ്റ് സൈഡിലും അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും. ഇത് 3ാമത്തെ സ്റ്റെപ്പാണ്. അടുത്തത് വരുന്നത് നമ്മൾ നേരെ കാല് ഒന്ന് മെല്ലെ ബാക്കിലോട്ട് വെച്ചു. കഴിയുന്നത്ര ഇങ്ങോട്ട് ബെൻഡ് ചെയ്യാം. ഈ ബെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് കൈകൾ മുകളിലോട്ട് ഉയർത്താം. കഴിയുന്നത്ര മുകളിലോട്ട് നോക്കും. കാലുകൾ നല്ല രീതിയിൽ സ്ട്രെച്ചായിട്ടിരിക്കണം, വലിഞ്ഞിരിക്കണം.
കൈകൾ മുകളിലോട്ട് കഴിയുന്നത്ര ഉയർത്തുക, സ്ട്രെച്ച് ചെയ്യാം. നമ്മളുടെ നോട്ടം മുകളിലോട്ടായിരിക്കണം. അല്പസമയം ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ചെയ്യാറില്ല. നേരത്തെ കാണിച്ചതുപോലെ അല്പം കാലുകൾ വലത്തേക്കാല് വെച്ചു. കഴിയുന്നത്ര വലത്തെ കാലിലോട്ട് ബെൻഡ് ചെയ്തു. ഈ കാല് കഴിയുന്നത്ര സ്ട്രൈറ്റ് ആയിട്ട് വെച്ചു. ശേഷം നേരത്തെ പറഞ്ഞതുപോലെ കൈകൾ ഉയർത്തുക, മുകളിലോട്ട് കഴിയുന്നത്ര ഉയർത്തുക. അല്പം ബാക്കിലോട്ട് ബെൻഡ് ചെയ്യാം. നട്ടെല്ല് നല്ല നിവർന്ന് ബെൻഡാകുന്ന രീതിയിൽ നോട്ടം മുകളിലോട്ടായിരിക്കണം. അല്പസമയം ഹോൾഡ് ചെയ്യാം. ഓക്കെ. അടുത്തത് ഇരുന്നിട്ട് ചെയ്യുന്ന വ്യായാമമാണ്. നേരെ ഈ ഒരു രീതിയിൽ കാലുകൾ രണ്ടും അകറ്റി വെച്ചതിന് ശേഷം നമ്മളുടെ ഈ ഒരു ഭാഗം, സന്ധിയുടെ ഭാഗം തറയിൽ പതിഞ്ഞിരിക്കുന്ന രീതിയിൽ ഇരിക്കുക. ഈ ഒരു രീതിയിൽ ഇരിക്കുക. അതിനുശേഷം കൈകൾ രണ്ടും ബാക്കിലോട്ട് വെക്കുക. കഴിയുന്നത്ര ബെൻഡ് ചെയ്യുക. ബാക്കിലോട്ട് ബെൻഡ് ചെയ്യുക, മുകളിലോട്ട് നോക്കുക. അല്പസമയം ഹോൾഡ് ചെയ്യാം. ഓക്കെ. അടുത്തത് നേരത്തെ ഇരുന്ന അതേ രീതിയിൽ തന്നെ ഇരിക്കാം. കൈകൾ മുകളിലോട്ട് മുന്നിൽ വെക്കാം. മുന്നിൽ വെച്ചതിന് ശേഷം രണ്ട് കാലിൻ്റെ മുട്ടും ഉയർത്തി കയ്യുന്നത്ര ലെവലിൽ നിർത്തുക. തല താഴോട്ട്, മുട്ടുകൾ വളയാതിരിക്കണം. ഹിപ്പിന്റെ ഊരയുടെ ഭാഗം കഴിയുന്നത്ര ഉയർന്നിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് ഇതേ രീതിയിൽ തന്നെ കൈകൾ രണ്ടും മേലോട്ട് താഴ്ത്തിയിട്ട് ഈ ഒരു രീതിയിൽ കിടക്കും. കൈകൾ കഴിയുന്നത്ര മുന്നിലോട്ട് വലിയുന്ന രീതിയിലോട്ട്. ഓക്കെ. അടുത്തത് കൈകൾ ഈ രീതിയിൽ വെച്ചു. മുന്നിലോട്ട് നോക്കുക. നമ്മൾ വയറിന്റെ ഭാഗം താഴോട്ടാക്കിയിട്ട് തലയുടെ ഭാഗം കഴിയുന്നത്ര മുകളിലോട്ട് ചേർക്കുക. വയറിന്റെ ഭാഗം കഴിയുന്നത്ര ഉള്ളിലോട്ട് ഭൂമിയിലോട്ട് ടച്ച് ചെയ്യാൻ വരുന്ന രീതിയിൽ കഴുത്തിന്റെ ഭാഗം കഴിയുന്നത്ര മുകളിലോട്ട് ഉയർത്തുക. ഈ ഒരു പൊസിഷനിലാണുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ നേരെ വയറ് താഴോട്ട് വന്ന് കഴുത്തിൻ്റെ ഭാഗം മുകളിലോട്ട് അല്പസമയം ഹോൾഡ് ചെയ്യാം. രണ്ടാമത്തെ ഇതിൽ വരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഇതേ രീതിയിൽ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ്. നേരെ ഊരയുടെ ഭാഗം കഴിയുന്നത്ര മുകളിലോട്ട് ഉയർത്തുക. തലയുടെ ഭാഗം താഴോട്ട് നിർത്തുക. നന്നായിട്ട് കൈകൾ നിലത്ത് പതിച്ച് വെച്ച് കഴിയുന്നത്ര സ്ട്രെച്ച് ചെയ്യുക. വയറിൻ്റെ ഭാഗം നേരത്തെ നമ്മൾ ചെയ്തതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായിട്ട് ആകാശത്തിലോട്ട് കഴിയുന്നത്ര ഉയർത്തുക. നന്നായിട്ട് ബെൻഡ് ചെയ്യുക. കൈകൾ നന്നായിട്ട് താഴോട്ട് അമർത്തി വെക്കുക. അല്പസമയം ഹോൾഡ് ചെയ്യുക. അടുത്തത് കിടന്നുകൊണ്ട് ചെയ്യുന്ന വ്യായാമമാണ്. നേരെ കിടക്കുക. കിടന്നിട്ട്
കൈകൾ രണ്ടും മുകളിലോട്ട് ചേർത്ത് വെക്കുക. ചേർത്തിട്ട് നമ്മളുടെ തള്ള വിരലുകൾ രണ്ടും ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കുക. തള്ള വിരലുകൾ രണ്ടും ടച്ച് ചെയ്ത് ബാക്ക് വശത്ത് നന്നായിട്ട് പതിച്ചു വെക്കുക. ഇൻഡെക്സ് ഫിംഗറുകൾ നമ്മൾ രണ്ടും ടച്ച് ചെയ്യാൻ ശക്തമായിട്ട് ശ്രമിക്കുക. ടച്ച് ചെയ്യാത്ത രീതിയിൽ ടച്ച് ചെയ്യിപ്പിക്കാനുള്ള ശ്രമം നടത്തുക. നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. അതേ ഭാഗത്ത് കാലിൻ്റെ ഏരിയ, കാലിൻ്റെ ഉപ്പൂറ്റികൾ ബിറ്റോ കഴിയുന്നത്ര താഴോട്ട് വലിച്ചു വെക്കുക. ഈ ഒരു രീതിയിൽ അല്പസമയം ഹോൾഡ് ചെയ്ത് കിടക്കുക. നന്നായിട്ട് നട്ടലൊക്കെ നല്ല സ്ട്രെച്ച് ആയിട്ടിരിക്കും. നമ്മുടെ സെർവിക്കൽ ഏരിയയൊക്കെ നല്ല സ്ട്രെച്ച് ആയിട്ടിരിക്കും. കയ്യിൻ്റെ ഭാഗങ്ങളൊക്കെ, ഷോൾഡറിൻ്റെ ഭാഗങ്ങൾ, കാലിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല സ്ട്രെച്ച് ആയിട്ടിരിക്കും. ഓക്കെ, അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ്. നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ കിടക്കാം. ഇങ്ങനെ കിടന്നിട്ട് നേരത്തെ കാണിച്ചതുപോലെ രണ്ട് കൈകൾ മുകളിൽ വെച്ചു. നേരത്തെ പറഞ്ഞതുപോലെ തള്ള വിരലുകൾ ടച്ച് ചെയ്തു. മറ്റ് വിരലുകൾ നീർത്തി വെച്ചു. അതിലെ ഇൻഡെക്സ് ഫിംഗർ, ചൂണ്ടി വിരൽ കഴിയുന്നത്ര രണ്ട് കൈയിൻ്റെ ചൂണ്ടി വിരലുകളും തമ്മിൽ ടച്ച് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ശ്രമിക്കുക. പക്ഷെ കൈ നിലത്തിൽ നിന്ന് ഉയർത്താത്ത രീതിയിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കണം. കൈ നിലത്തിൽ നിന്ന് ഉയർത്താത്ത രീതിയിൽ രണ്ട് ചൂണ്ടി വിരലുകൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാനുള്ള ശ്രമം നടത്തുക. ആ രീതിയിൽ പതിച്ചു വെക്കുക. ഇനി നേരെ കാലിൻ്റെ ഭാഗം ഈ ഒരു രീതിയിൽ രണ്ട് ബിഗ് ടോ തമ്മിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നിലത്ത് പതിച്ചു വെക്കുക. മുട്ടുകൾ തറയിൽ അമർന്നിരിക്കണം. കാലിൻ്റെ മുട്ടുകൾ കഴിയുന്നത്ര തറയോട് ചേർത്തിയിട്ടിരിക്കണം. രണ്ട് കാലിൻ്റെ പെരുവിരൽ തമ്മിൽ ടച്ച് ചെയ്ത് നിലത്ത് പതിഞ്ഞ് വെച്ചിരിക്കണം. കാലിൻ്റെ മുട്ടിൻ്റെ അണ്ടർ ഏരിയ, UB40 ഒക്കെ വരുന്ന ഏരിയ നിലത്ത് പതിഞ്ഞിരിക്കാൻ ശ്രമിക്കണം. മുകളിൽ കൈകൾ നേരത്തെ വെച്ചതുപോലെ നന്നായിട്ട് സ്ട്രെച്ചായിട്ട് വെച്ചിരിക്കണം. ഈ ഒരു രീതിയിൽ നല്ല കഴിയുന്നത്ര സമയം നിങ്ങൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് സ്ട്രെച്ചായിട്ട് കളിക്കുക. ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുക. സ്ട്രൈറ്റ് ആയിട്ട് കിടന്നിട്ട് താടയുടെ ഭാഗം, നമ്മുടെ താടയുടെ ഭാഗം കഴിയുന്നത്ര മുന്നോട്ട് കൊടുക്കുക. കാലുകൾ മുട്ടുകൾ നിലത്ത് പതിച്ചു വെച്ചിരിക്കണം. വിരലുകൾ മലർത്തി നിവർന്നിരിക്കണം. താട കഴിയുന്നത്ര മുന്നോട്ട് നോക്കിയിട്ട് ഹോൾഡ് ചെയ്യുക. ഈ സമയത്ത് സെർവിക്കലിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ സ്ട്രെച്ചായിട്ടിരിക്കും. സെർവിക്കൽ തൊറാസിക് ഏരിയയിലൊക്കെ നല്ല രീതിയിൽ സ്ട്രെച്ചായിട്ടിരിക്കും. അതിനുശേഷം മെല്ലെ ഇതേ രീതിയിൽ പൊന്തുക, കഴിയുന്നത്ര പൊന്തുക. രണ്ട് കയ്യിൽ ഫുള്ളായിട്ട് ബലം കൊടുത്തതിന് ശേഷം മുകളിലോട്ട് ബെൻഡ് ചെയ്ത് ഈ ഒരു പൊസിഷൻ അല്പസമയം ഹോൾഡ് ചെയ്യുക. നല്ല സ്ട്രെച്ചിങ് കിട്ടും. വയറിൻ്റെ ഏരിയ ഒക്കെ നന്നായിട്ട് വലിയുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ കുടവയർ നല്ല രീതിയിൽ കുറയും. നമ്മളുടെ ശരീരത്തിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യും. കഴിയുന്നത്ര നാഭിയുടെ ഭാഗം, റീപ്രൊഡക്റ്റീവ് ഏരിയ, ജനറ്റിക് ഓർഗണിൻ്റെ ഏരിയ നിലത്ത് ടച്ച് ചെയ്ത് തന്നെ ഇരിക്കണം. ബാക്കിയുള്ള ഭാഗങ്ങളാണ് കഴിയുന്നത്ര പൊന്തിയിട്ട് മുകളിലോട്ട് നോക്കിയിട്ടിരിക്കുകയാണ്.
അവസാനമായിട്ട് ചെയ്യേണ്ട ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ എക്സസൈസ് എന്ന് പറയുന്നത് കൈകൾ ഈ സ്ഥലത്ത് തറയിൽ പതിച്ചു വെക്കുക, രണ്ട് കാലുകൾ ഈ ഒരു ഡിസ്റ്റൻസിൽ വെക്കുക. അതിനുശേഷം കഴിയുന്നത്ര ഊര ഹിപ്പ് ബെൻഡ് ചെയ്തിട്ട് മുകളിലോട്ട് ഉയർത്തുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. നമ്മളുടെ ജനനേന്ദ്രിയ ഭാഗങ്ങളൊക്കെ മുകളിലോട്ട് നന്നായിട്ട് ഉയർന്നു വരുന്ന രീതിയിൽ നന്നായിട്ട് ബെൻഡ് ചെയ്യാം. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. അല്പസമയം ഇതേ രീതിയിൽ ഹോൾഡ് ചെയ്യാം. റിലാക്സ്. നേരെ കാലുകൾ നിർത്തുക. അല്പസമയം നന്നായിട്ട് റിലാക്സ്ഡ് ആയിട്ട് കണ്ണുകളൊക്കെ അടച്ച് ശ്വാസത്തിൽ ബ്രീത്തിങ്ങിന് മാത്രം ശ്രദ്ധിച്ച് അല്പസമയം കിടക്കുക. കണ്ണുകൾ അടച്ച്